ഹലോ അസ്സാം വലൈക്കും. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് നെയ്പത്തിരിയുടെ വേറൊരു വേർഷനാണ്. നമ്മൾ പച്ചരി ഉപയോഗിച്ചിട്ട് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. നെയ്പത്തിരി പോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടാണ് അത് എടുക്കുന്നത്. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഏകദേശം സെയിം ആണെങ്കിലും ഇതൊരു വേറൊരു ടൈപ്പാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ 1.5 കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തിട്ടുണ്ട്. ഒരു 4-5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കുക. അതിനുശേഷം ഇത് വെള്ളമെല്ലാം കളഞ്ഞ് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 6 ചെറിയുള്ളിയും 1.5 ടീസ്പൂൺ വലിയ ജീരകവും ചേർത്ത് കൊടുക്കണം. ഇനി 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒട്ടും തരിയില്ലാതെ തന്നെ നമുക്കിത് അരച്ച് കിട്ടണം. നെയ്പത്തിൽ ചുട്ടെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് തരിയോടെയാണ് അരച്ചെടുക്കുന്നത്. എന്നാൽ ഇതിന് ഒട്ടും തരി പാടില്ല. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റവയാണ്. 5 ടേബിൾ സ്പൂൺ റവ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് ഇത് മിക്സ് ചെയ്തെടുക്കാം. റവ മിക്സ് ചെയ്യാൻ ആവശ്യമായ വെള്ളം ഇല്ലെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. വെള്ളം കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിനി ഇത് വറ്റിച്ചെടുക്കും. അപ്പോൾ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മാവിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം. ഇനി തീ ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിലാക്കി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ ഇതിലെ വെള്ളമെല്ലാം വറ്റി നമുക്കിത് കുഴച്ചെടുക്കാൻ പാകത്തിലുള്ള ഒരു മാവായി കിട്ടും. ഇനി ഇത് പാനിൽ നിന്ന് മാറ്റി ചൂടോട് കൂടി തന്നെ നമുക്ക് കുഴച്ചെടുക്കണം. നമ്മൾ പത്തിരിയൊക്കെ കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള ബാക്കി മാവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി രണ്ടും കൂടി ഒരുമിച്ച് കുഴച്ചെടുക്കണം. അപ്പോൾ ഒന്നിച്ചിത് ചെയ്യാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്കിത് കുറുക്കിയെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് തന്നെ അത് കട്ട പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവ് കിട്ടില്ല. അതുകൊണ്ടാണ് ഇത് 2 ബാച്ചായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഒരുപാട് സമയമൊന്നും ഇതിന് എടുക്കില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ ലേശം എണ്ണ തടവി നമുക്കിത് ഓരോ ബോളുകളാക്കിയെടുത്ത് പത്തിരി പ്രസ്സിൽ ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നെയ്പത്തലിൻ്റെ പോലെ അത്ര കട്ടിക്കല്ല നമ്മൾ ചെയ്തെടുക്കുന്നത്. ഭൂരിയുടെ ഒക്കെ ഏകദേശം കട്ടിയിലാണ് ഇത് പരത്തിയെടുക്കേണ്ടത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ല പോലെ ചൂടുണ്ടായിരിക്കണം. എങ്കിലേ ഇത് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. എണ്ണ നല്ല പോലെ ചൂടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ ഇത് നല്ല പോലെ പൊങ്ങി കിട്ടും. ഒരു സൈഡ് ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ആ സൈഡും ഇതുപോലെ ചെറിയൊരു ഗോൾഡൻ കളർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. കണ്ടാൽ പൂരി പോലെയൊക്കെ തോന്നും നമുക്കിത്. പക്ഷേ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നെയ്പത്തലിൻ്റെ ടേസ്റ്റ് അല്ല എങ്കിലും വേറൊരു ടേസ്റ്റാണ് ഇതിന്. ഇതിന് കാശ്മീർ അപ്പം എന്നാണ് പേര്. ഇത് ഏത് കറിയുടെ കൂടെ കഴിക്കുകയാണെങ്കിലും നല്ല കോമ്പിനേഷനാണ്. നോൺ വെജ് ആണെങ്കിലും വെജ് ആണെങ്കിലും എല്ലാം നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.